ഹായ് എവ്രി വൺ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന റിസർച്ച് ഡിസൈൻ ആണ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അപ്പം എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടതാണ്. എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. അപ്പം ഈ രീതിയിലുള്ള റിസർച്ചിൻ്റെ ഡിസൈനാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ പഠിക്കുന്നത്. So there will be an independent variable which can be manipulated, and of course there will be an dependent variable also. അപ്പോൾ ഇതിൻ്റെ മാനിപ്പുലേഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എങ്ങനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റം വരുത്തുന്നു എന്നാണ് നമ്മളിതിൽ ഒബ്സർവ് ചെയ്യുന്നത്. Certain group is exposed to a variable and then compared with the group not exposed to the variable. അപ്പോൾ അവിടെ അങ്ങനെയാണ് മാനിപ്പുലേഷൻ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു ഗ്രൂപ്പിനെ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നു, ആ ചേഞ്ചസ് മറ്റു ഗ്രൂപ്പിൽ എത്രത്തോളം മാറ്റം വരുത്തുന്നു, എത്ര അളവിൽ മാറ്റം വരുത്തുന്നു എന്നാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമ്മൾ നോക്കുന്നത്. ദെൻ ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനിപ്പുലേറ്റിംഗ് വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് മെഷറിംഗ് ദ എഫക്റ്റ് ഓഫ് അനദർ. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മാനിപ്പുലേഷൻ നടക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അക്കോർഡിംഗ് ടു ഇൻഡിപെൻഡൻറ്റോ ഡിപ്പെൻഡൻറ്റോ വേരിയബിൾ വിച്ച് എവർ ഈസ് ദ വിഷ് ഓഫ് ദ റിസർച്ചർ. റിസർച്ചറുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഏത് മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. സോ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓൺ വിച്ച് ദ റിസർച്ചർ ഹാസ് നോ കൺട്രോൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ റിസർച്ചർക്ക് കൺട്രോൾ ഇല്ല. പക്ഷേ നമുക്ക് ഒരു ഒരു ചെറിയൊരു എക്സ്റ്റെൻറ്റ് വരെ നമുക്കതിൽ എന്ത് ചെയ്യാം, മാനിപ്പുലേഷൻ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൈസിങ്. ദ റിസർച്ചർ ക്യാൻ എഫക്റ്റ് പ്രൈസ് ചേഞ്ച് ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആൻഡ് ക്യാൻ മെഷർ ദ സെയിൽസ് വോളിയം റിസൾട്ടിങ് ഔട്ട് ഓഫ് ഇറ്റ്. അതായത് സെയിൽസും പ്രൈസും അത് രണ്ടും കോറിലേറ്റഡ് ആണ്. ഇപ്പോൾ പ്രൈസ് കൂടുമ്പം സെയിൽസ് കുറയും, പ്രൈസ് കുറയുമ്പോൾ സെയിൽസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഒരു വേരിയബിളിൽ മാറ്റം വരുത്തി മറ്റ് വേരിയബിളിൽ എങ്ങനെ അതിന് ചേഞ്ചസ് വരുന്നു എന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അടുത്തത് വേരിയബിൾസ് ആണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പറഞ്ഞു, എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമുക്ക് വേരിയബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നോ രണ്ടോ രണ്ടിൽ കൂടുതലോ വേരിയബിൾസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ദർ ഈസ് എ വേരിയബിൾ ഹൂസ് ഇഫക്റ്റ് അപ്പോൺ സം അതർ വേരിയബിൾ. അപ്പം എന്തായാലും രണ്ട് വേരിയബിൾ വേണം, ഒരു ഇൻഡിപെൻഡൻറ്റും ഒരു ഡിപ്പെൻഡൻറ്റും, എങ്കിൽ മാത്രമേ നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈപ്പിന് നമ്മൾ എന്ത് പറയുന്നു, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നു. സെക്കൻഡ് ടൈപ്പിന് നമ്മളിവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നു. രണ്ട് വേരിയബിൾ എന്തായാലും വേണം. ദെൻ ലാസ്റ്റ് കാറ്റഗറി ഓഫ് വേരിയബിൾ കൺസിസ്റ്റ് ഓഫ് ദോസ് അതർ ദാൻ ദ മാനിപ്പുലേറ്റഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് കുഡ് ഇൻഫ്ലുവൻസ് ദ ഒബ്സർവ്ഡ് എഫക്റ്റ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റം വരുത്തുന്നത്. അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതിനെ കാണാൻ പറ്റാതെ റിസൾട്ടിനെ ഇഫക്റ്റ് ചെയ്യുന്ന കുറേ ടൈപ്പ് വേരിയബിൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ വരിക. കോഫൗണ്ടിങ്, എക്സ്ട്രേനിയസ് എന്നൊക്കെ നമ്മൾ മോഡറേറ്റ് എന്ന് പറഞ്ഞ് നമ്മളത് കണ്ടിരുന്നു. ഓക്കെ, ദെൻ എക്സ്പെരിമെൻറ്റിൻ്റെ ഗോൾസ് ആണ്, ഗോൾസ് ഓഫ് എക്സ്പെരിമെൻറ്റ്. അടുത്തത് ഇൻറ്റേർണൽ വാലിഡിറ്റി ആണ്. ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിപ്പുലേഷൻ നമ്മൾ നടത്തുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്താണ് നമ്മൾ റിസൾട്ടിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെ മാനിപ്പുലേഷൻ പോസിബിൾ ആകുന്നത്, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ നമ്മൾ മാറ്റം വരുത്തുന്നു, അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിലും അതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുവാണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും, ഇൻറ്റേർണൽ വാലിഡിറ്റി ഉണ്ട് എന്ന് പറയും. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ കൺട്രോളിൽ നിന്ന് പോവുകയാണ്, നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്തുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, അതിന് ഇൻറ്റേർണൽ വാലിഡിറ്റി ഇല്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ഇഫ് ദ ഒബ്സർവ്ഡ് എഫക്ട്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സ്ട്രേനിയസ് വേരിയബിൾസ്. അപ്പം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്ന, ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്ന രണ്ട് വേരിയബിളിന് പുറമേ എക്സ്ട്രേനിയസ്, മോഡറേറ്റിംഗ് വേരിയബിൾസ്, അങ്ങനെ പല രീതിയിലുള്ള വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസിൻ്റെ എഫക്റ്റ് നമ്മുടെ റിസൾട്ടിലേക്ക് ബാധിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിൽ നിൽക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് വാലിഡിറ്റി ഇല്ല, ഇൻറ്റേർണൽ വാലിഡിറ്റി ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. സോ ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാനിപ്പുലേഷൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കൺട്രോളിൽ നിന്ന് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളതിന് ഇൻറ്റേർണൽ വാലിഡാണ് എന്ന് പറയുന്നു. ദെൻ എക്സ്റ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോഴോ, it refers to whether the cause and effect relationship found in the experiments can be generalized. ജനറലൈസ് നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സെയിം സിറ്റുവേഷനിലെല്ലാം നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളതിനെ എക്സ്റ്റേർണൽ വാലിഡ് ആണ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ
അടുത്തത് പ്ലാനിങ് ടു കണ്ടക്ട് എക്സ്പെരിമെൻറ്റേഷൻ നടത്താൻ വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ റിസർച്ച് ഡിസൈനാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ചർ വാണ്ട്സ് ടു ഡിറ്റർമൈൻ ദ ഹൈപ്പോത്തസിസ് ടു ബി ടെസ്റ്റഡ്. അതിനുശേഷം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ഓപ്പറേഷണലൈസ് ദ വേരിയബിൾസ്. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? മാനിപ്പുലേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റം വരുത്താൻ വേണ്ടി ഡിപെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റം വരുത്താൻ വേണ്ടി ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ ഓപ്പറേഷണലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ സെലക്ട് ദ ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ പ്ലാൻ, ചൂസ് ദ സെറ്റിംഗ്. ദെൻ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻ ആസ് നിയർലി ആസ് ദ എക്സ്പെക്റ്റഡ് റിയൽ ലൈഫ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ഏത് രീതിയിലുള്ള ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെന്ന് തീരുമാനിച്ചതിന് ശേഷം എക്സ്പെരിമെൻറ്റേഷൻ പ്ലാൻ സെറ്റ് ചെയ്യുന്നു. ദെൻ എന്ത് ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് അത് സെറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ് നമ്മൾ റിയൽ ആയിട്ട് സംഭവിക്കുന്ന ആ ഒരു കണ്ടീഷൻസ് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഫൈനലി ഇൻട്രൊഡ്യൂസ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ കൺട്രോളിങ് എക്സ്ട്രേനിയസ് വേരിയബിൾ. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് പുറമേ ഉണ്ടാകുന്ന വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാനുള്ള നമ്മൾ മെത്തേഡ്സ്, സ്റ്റെപ്സ്, മെഷേഴ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്ലാനിങ്. നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റേഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എക്സ്പെരിമെൻറ്റേഷൻ ആണ്. ദെൻ അഡ്വാൻറ്റേജസ്. Power to test causal relationship between a variable is to be more compared with the other methods. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത് ലബോറട്ടറി ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നമുക്ക് കുറച്ചും കൂടെ ആക്ച്വൽ ആയിട്ടുള്ള റിസൾട്ടുകളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ഹ്യൂമൻ എറേഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, കാരണം അവിടെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. ദെൻ പ്രൊഡ്യൂസ് എക്സാക്ട് മെഷർമെൻറ്റ്. അപ്പോൾ ആക്യുറസി ലെവൽ എക്സ്പെരിമെൻ്റൽ റിസർച്ചുകളിൽ വളരെ ഹൈ ആയിരിക്കും. ദെൻ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ് കമ്പാരബിൾ കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. അപ്പോൾ നമുക്കിവിടെ മാനിപ്പുലേഷൻ നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺട്രോൾ വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ദെൻ സ്കോപ്പ് ഫോർ എക്സ്പെരിമെൻറ്റേഷൻ വിത്ത് ഹ്യൂമൻ ബീങ്സ് ഇസ് ലിമിറ്റഡ്. ഇപ്പം ഹ്യൂമൻ ബീങ്സ് അല്ല എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നത്, നമ്മൾ ലബോറട്ടറി മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മെഷീൻ്റെ എറർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് എറർ എല്ലാത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ ഇറ്റ് ലാക്സ് റിയലിസം ലാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ സെറ്റിങ്ങിൽ എങ്ങനെ അത് സംഭവിക്കും എന്നുള്ളതിന് നമുക്കൊരു ക്ലിയർ ഐഡിയ അവിടെ ലഭിക്കുന്നില്ല. ദെൻ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ സ്റ്റഡീസ് റിലേറ്റഡ് ടു ഫ്യൂച്ചർ സ്റ്റഡീസിന് എക്സ്പെരിമെൻറ്റേഷൻ ഇസ് നോട്ട് എ good solution. Then it cannot be used to determine the opinions, motives and intentions of the individuals. അപ്പോൾ ഇവിടെ നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് മാത്രമാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അല്ലാണ്ട് ഇങ്ങനത്തെ ഫീലിങ്സ്, ഇമോഷൻസ് ഒന്നും ഇവിടെ ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റേഷൻ വഴി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ദെൻ ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് പല രീതിയിലുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ലബോറട്ടറി എക്സ്പെരിമെൻ്റ് തന്നെയാണ്. ലബോറട്ടറി എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ഇൻ എ സിറ്റുവേഷൻ ക്രിയേറ്റഡ് സ്പെസിഫിക്കലി ഫോർ ദാറ്റ് പേർപ്പസ്. ഇപ്പോൾ ലബോറട്ടറി നമുക്കറിയാം, പല രീതിയിലുള്ള ലബോറട്ടറികളുണ്ട്. അപ്പോൾ അതിൽ മെഡിക്കൽ ടെസ്റ്റുകൾക്ക് യൂസ് ചെയ്യുന്ന, ദെൻ കെമിക്കൽ ടെസ്റ്റുകൾക്ക് യൂസ് ചെയ്യുന്ന, അങ്ങനത്തെ പല രീതിയിലുള്ള ലബോറട്ടറീസ് ഉണ്ട്. ഏത് ലബോറട്ടറി ആണെങ്കിൽ പോലും അവിടെ സെറ്റപ്പ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ്. അപ്പോൾ അവിടെ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് എപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ലബോറട്ടറി ടെസ്റ്റുകൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുകളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ റിസർച്ചർ ഓർ ദ പേഴ്സൺ ഹു ആർ ക്യാരിയിങ് ഔട്ട് ദ റിസർച്ച് ഓർ ദ ആക്ടിവിറ്റി. അപ്പോൾ അവിടെ ഒരു കൺട്രോൾ നടക്കുന്നു. ലബോറട്ടറി എന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സ്പെരിമെൻറ്റേഷൻ നടക്കുന്നത് കൺട്രോളിലാണ്. ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് മെയിൻലി കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് കോസൽ റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മളൊരു ക്ലിനിക്കൽ ലബോറട്ടറി ആണ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ലബോറട്ടറി ഒക്കെ ആണെങ്കിൽ അവിടെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം, അതായത് ഒരു രോഗത്തിൻ്റെ കാരണം എന്താണ് എന്നാണ് നമ്മളവിടെ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ രോഗത്തിലുണ്ടാകുന്ന ബാക്ടീരിയ, വൈറസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മളവിടെ കണ്ടുപിടിക്കുന്നത്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാണ് ലബോറട്ടറി എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഇസ് ഫീൽഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ ലബോറട്ടറിയിൽ മാത്രം ചെയ്യുന്നതല്ല എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഫീൽഡ് എക്സ്പെരിമെൻ്റ് ആകും. എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഒരു കൺട്രോൾഡ് സെറ്റപ്പിൽ
കോസ് ആൻഡ് എഫക്റ്റ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കുന്നു എന്നതാണ് ഇവിടെ എക്സ്പെരിമെൻറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫീൽഡ് എക്സ്പെരിമെൻറ്റിലേക്ക് വരുമ്പോഴോ ഇത് റിയൽ ലൈഫ് സിറ്റുവേഷനിലാണ് നടക്കുന്നത്, ഫീൽഡിലാണ് നടക്കുന്നത്. വിച്ച് ദ എക്സ്പെരിമെൻറ്റ്സ് മാനിപ്പുലേറ്റ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻ ഓർഡർ ടു ടെസ്റ്റ് എ ഹൈപ്പോത്തിസിസ്. അത് എക്സാക്ട് സിറ്റുവേഷനിലാണ്. സോ ദിസ് കൈൻഡ് ഓഫ് ഫീൽഡ് എക്സ്പെരിമെൻറ്റ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി സ്യൂട്ടബിൾ ഫോർ സ്റ്റഡിയിങ് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ്, സോഷ്യൽ പ്രോസസ്, സോഷ്യൽ ചേഞ്ച്. അപ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷനിലുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഫീൽഡ് എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ പൊതുവേ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഫീൽഡിൽ പോയി ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? സർവേ അല്ലെങ്കിൽ സെൻസസ് എന്നാണ് പറയുക. ഓക്കെ, ദെൻ വേറൊരു മെത്തേഡാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. സിമുലേഷൻ, അപ്പോൾ ഇതും ഒരു എക്സ്പെരിമെൻറ്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ കോസാലിറ്റി ബിറ്റ്വീൻ വേരിയബിൾസ് ഈസ് ത്രൂ ദ യൂസ് ഓഫ് സിമുലേഷൻ. സിമുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് പഠിക്കുന്നത്. So a sophisticated set of mathematical formula are used. അപ്പോൾ ഇവിടെ സിമുലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോസും എഫക്റ്റും പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അതുപോലത്തെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർമുലാസും ഒക്കെ വെച്ചിട്ടാണ്, ഫോർമുലാസും വേരിയബിൾസിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? കോസും എഫക്റ്റും, രണ്ട് വേരിയബിൾ തമ്മിലുള്ള കോസും എഫക്റ്റും പഠിക്കുന്നത്. ഇപ്പോൾ മൂന്ന് രീതിയിലുള്ള സിമുലേഷൻസ് ആണുള്ളത്. അസസ്മെൻറ്റ് ഓഫ് എ സിറ്റുവേഷൻ, അണ്ടർസ്റ്റാൻഡിങ് എ സിറ്റുവേഷൻ, ദെൻ ഡിസിഷൻ മേക്കിംഗ് ഇൻ എ സിറ്റുവേഷൻ. ദെൻ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റൽ ഡിസൈനുകളുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അപ്പോൾ ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ക്യാൻ ബി ഓഫ് ഡിഫറെൻറ്റ് ഫോം. ഇഫ് ദർ ഈസ് ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ്, ദെൻ എ സിംഗിൾ വേരിയബിൾ ഡിസൈൻ ഈസ് യൂസ്ഡ്. അപ്പം ഈ വേരിയബിൾസിൻ്റെ എണ്ണം അനുസരിച്ച് ഏതൊക്കെ ടൈപ്പ് ഓഫ് വേരിയബിൾസ് എത്ര എണ്ണമാണ് ഉള്ളത് എന്നതിനെ ആശ്രയിച്ചാണ് ഇവിടെ നമുക്ക് എക്സ്പെരിമെൻ്റൽ ഡിസൈനുകൾ മാറി വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആണെങ്കിലോ അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ that can be manipulated, then a single variable design can be used. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ എങ്കിൽ നമുക്കതിനെ സിംഗിൾ വേരിയബിൾ ഡിസൈനാണ് യൂസ് ചെയ്യാൻ പറ്റുക. മോർ ദാൻ 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടെങ്കിലോ ആൻഡ് അറ്റ്ലീസ്റ്റ് 1 can be manipulated, then ഫാക്ടോറിയൽ ഡിസൈനാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളോ ഉള്ളൂ എങ്കിൽ നമ്മൾ സിംഗിൾ വേരിയബിൾ ഡിസൈനും, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളോ ഉള്ളത് അതിൽ ഒന്നിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടോറിയൽ ഡിസൈനാണ് ചൂസ് ചെയ്യുക. ദെൻ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മളടുത്ത് കാണുന്നത്. സിംഗിൾ വേരിയബിൾ ഡിസൈൻ. ഇപ്പോൾ സിംഗിൾ വേരിയബിൾ ഡിസൈൻ എന്ന് പറയുമ്പം ദീസ് സ്റ്റഡീസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ 3 മെയിൻ ഹെഡിങ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഗ്രി ഓഫ് കൺട്രോൾ മെയിൻറ്റെയിൻ ഓൺ അതർ വേരിയബിൾ. അപ്പോൾ സിംഗിൾ വേരിയബിൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വേരിയബിളേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ഒരു വേരിയബിൾ അല്ല ഉള്ളത്, പക്ഷേ കൺട്രോൾ ഉള്ളത് ഒരു വേരിയബിളിൻ്റെ മേലെയാണ്. അതുകൊണ്ടാണ് അതിനെ സിംഗിൾ വേരിയബിൾ ഡിസൈൻ എന്ന് പറയുന്നത്. അത് എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആൻഡ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അപ്പോൾ പ്രീ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ലോ കൺട്രോൾ ആണ്. ദെൻ ട്രൂ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഹൈ കൺട്രോൾ. ദെൻ ക്വാസി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മീഡിയം ആണ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്താണെന്ന് നോക്കാം. സോ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, അപ്പോൾ ഇവിടെ റാൻഡമൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആബ്സെൻ്റ് ആണ്. റാൻഡമൈസേഷൻ നടക്കുന്നില്ല. Classified depending on whether there is an involvement of 1 or 2 groups and whether the groups are post tested only. അവിടെ എന്താണ്? പ്രീ ടെസ്റ്റിംഗ് ഇല്ല. പ്രീ എക്സ്പെരിമെൻറ്റ് ഡിസൈനിൽ പ്രീ ടെസ്റ്റിംഗ് ഇല്ല, പോസ്റ്റ് ടെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ വേരിയബിൾസിനെയും പ്രീ ടെസ്റ്റ് ചെയ്യുകയോ പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ അവിടെ റാൻഡമൈസേഷൻ എന്ന പ്രൊസീജിയർ നടക്കുന്നില്ല. അപ്പോൾ അതാണ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അത് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് വൺ ഷോട്ട് കേസ് സ്റ്റഡീസ്. വൺ ഷോട്ട് കേസ് സ്റ്റഡീസ് ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ വൺ ഷോട്ട് കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ
one group is exposed to the treatment and only a post test is given to observe or measure the effect of the treatment on the dependent variable with the experimental group. Since it is an applied on a single group, there is no control involved in this design. അപ്പോൾ ഇവിടെ വൺ ഷോട്ട് കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പം രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാകാം. അതിൽ ഒരു ഗ്രൂപ്പിന് മാത്രം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് ദേ ആർ ടെസ്റ്റഡ്, ദാറ്റ് ഈസ് പോസ്റ്റ് ടെസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് അതിൻ്റെ എഫക്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നു, സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, എഫക്റ്റ് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് ഓൺ ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് ദ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. അപ്പോൾ അവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിലാണ് ഇവിടെ ചേഞ്ചസ് വരുത്തുന്നത്. ഇത് അപ്ലൈഡ് സിംഗിൾ ഗ്രൂപ്പിൽ മാത്രം ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ദർ ഇസ് നോ കൺട്രോൾ ഗ്രൂപ്പ് ഇൻവോൾവ് ഇൻ ദിസ് ഡിസൈൻ. അവിടെ കൺട്രോൾ ഗ്രൂപ്പ് ഇല്ല, രണ്ട് ഗ്രൂപ്പുകൾ തന്നെ ഉള്ളൂ. അവിടെ ഒരു കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇവിടെ വരുന്നില്ല. ദ ചൂസൺ ഗ്രൂപ്പ് ഈസ് എക്സ്പോസ് ടു ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ടെസ്റ്റഡ് ഓൺലി വൺസ് ഫോർ ദ പർപ്പസ് ഓഫ് മെഷറിങ്. അപ്പോൾ ഇവിടെ പ്രീ ടെസ്റ്റ് എന്ന പേര് പറയുമ്പോൾ തന്നെ വൺ ഷോട്ട് കേസ് സ്റ്റഡീസിൽ ഒരു രണ്ട് ഗ്രൂപ്പിനെ തിരിക്കുന്നു. അതിൽ ഒരു ഗ്രൂപ്പിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് ഈ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, അവരുടെ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. അപ്പോൾ ഇവിടെയും വൺ ഗ്രൂപ്പ് തന്നെയുള്ളൂ, ദാറ്റ് ഈസ് പ്രീ ടെസ്റ്റഡ് ആൻഡ് എക്സ്പോസ് ടു ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദെൻ പോസ്റ്റ് ടെസ്റ്റഡ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ശേഷം മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, നമ്മൾ ഒരു ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ആ ഗ്രൂപ്പിനെ ടെസ്റ്റ് ചെയ്യുന്നു, ദെൻ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ഓൾസോ വി ആർ ടെസ്റ്റിംഗ് ദ സെയിം ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇവിടെ രണ്ട് പ്രാവശ്യം ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. The first one is administered at the beginning of the treatment and second one at the end. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, രണ്ട് പ്രാവശ്യം ഇതിനെ ടെസ്റ്റ് നടത്തുന്നു. ട്രീറ്റ്മെൻറ്റിന് മുന്നേയും ശേഷവും ഇതിനെ ടെസ്റ്റ് നടത്തുന്നു. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ബെറ്റർ ദാൻ വൺ ഷോട്ട് കേസ് സ്റ്റഡി മെത്തേഡ്. ഓക്കെ, then third ആണ് static group comparison design. In this design at least two groups are involved. After one group receives the treatment, all groups are post-tested. അപ്പോൾ ഇവിടെ രണ്ട് ഗ്രൂപ്പുകളുണ്ട്, രണ്ട് ഗ്രൂപ്പിലും ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, രണ്ട് ഗ്രൂപ്പുകളും പോസ്റ്റ് ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മൂന്നെണ്ണം. ഫസ്റ്റ് കാറ്റഗറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് കാറ്റഗറിയിൽ ടെസ്റ്റ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. തേർഡ് ഗ്രൂപ്പിൽ രണ്ട് ഗ്രൂപ്പുകളുണ്ട്, ഒരു ഗ്രൂപ്പിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ദെൻ വി ആർ ട്രീറ്റിംഗ് ദ സെക്കൻഡ് ഗ്രൂപ്പ്. അതിനുശേഷം അവരെയും ടെസ്റ്റ് ചെയ്യുന്നു. അതാണ് മൂന്ന് രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ആയിരുന്നു ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ഇവിടെ ഹൈ ആണ് അല്ലേ, ഹൈ ആണ് നമ്മൾ പറഞ്ഞു, ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, റാൻഡംലി അസൈൻസ് ടെസ്റ്റ് യൂണിറ്റ്സ് ടു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ്. ഇവിടെ റാൻഡമൈസേഷൻ ഉണ്ട്, റാൻഡമൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. So true experimental designs have the highest level of control among the three single variable experimental designs because the subject within the group are randomly assigned for each group. അപ്പോൾ ഈ ഒരു ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ കൺട്രോൾ എമംഗ് മൂന്ന് വേരിയബിളുകൾ തമ്മിൽ ഏറ്റവും കൺട്രോൾ ഉള്ളത് ഈ ഒരു എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആണ്. കാരണം എന്തുകൊണ്ടാണ്, റാൻഡംലി അസൈൻഡ് ഫോർ ഈച്ച് ഗ്രൂപ്പ്, സബ്ജക്റ്റ് വിത്തിൻ ദ ഗ്രൂപ്പ്സ് ആർ റാൻഡംലി അസൈൻഡ് ടു ദ, റാൻഡമൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ഉള്ളത് ഈ ഒരു ടെക്നിക്കിന് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനാണ്. റാൻഡമായിട്ട് അസൈൻ ചെയ്യുന്നു. ദെൻ ദർ ഈസ് ഹയർ കൺട്രോൾ ഓഫ് ദ ഇൻറ്റേർണൽ വാലിഡിറ്റി ആസ് വെൽ ആസ് എക്സ്റ്റേർണൽ validity. Then true experimental research may be designed with or without a pretest on at least two groups of randomly assigned subject. അപ്പം റാൻഡംലി അസൈൻഡ് റാൻഡമൈസേഷൻ ഇവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനാണ്, കൺട്രോൾ കൂടുതലുണ്ട്. അപ്പോൾ ഇതിന് ഏതൊക്കെ കേസസിലാണ് നമ്മൾ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനുകൾ നമ്മൾ എംപ്ലോയ് ചെയ്യുക? ഫസ്റ്റ് വൺ, റാൻഡം സെലക്ഷൻ ഓഫ് സബ്ജക്റ്റ്, യൂസ് ഓഫ് കൺട്രോൾ ഗ്രൂപ്പ്സ്, റാൻഡം അസൈൻമെൻറ്റ്സ് ടു കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഈ റാൻഡമൈസേഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനുകൾ ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് ക്ലാസിഫിക്കേഷൻസ്, വേറെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. അപ്പോൾ അതിലെന്താ ചെയ്യുക, in which two groups ഉണ്ട്. One group is given treatment and the result are gathered at the end. Control group receives no treatment over the same period of time but undergoes exactly the same test, while
This post-test only design does and many uses. It is limited in scope and contains many threats to validity. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ്, 2 ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ അതിൻ്റെ റിസൾട്ട് എടുക്കുന്നു. കൺട്രോൾ ഗ്രൂപ്പിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല, പക്ഷെ അതിനെയും ടെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ബോത്ത് ഗ്രൂപ്പ്സ് ആർ പ്രീ ടെസ്റ്റഡ് ആൻഡ് ബോത്ത് ആർ പോസ്റ്റ് ടെസ്റ്റഡ്. അൾട്ടിമേറ്റ് ഡിഫറൻസ് ബീയിങ് ദാറ്റ് 1 ഗ്രൂപ്പ് വാസ് അഡ്മിനിസ്ട്രേഡ് ദ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ 2 ഗ്രൂപ്പുകളുണ്ട് ഇവിടെ, കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട്, മറ്റ് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ആ 2 ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെൻറ്റിന് മുന്നേ ടെസ്റ്റ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റിന് ശേഷവും നമ്മളിതിനെ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പേര് വരുന്നത്. ദെൻ Solomon for group design. This design contains 2 extra control groups. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ചിന്തിക്കുക. ഇത്രയും നമ്മൾ കണ്ടതിലെല്ലാം ഒരു കൺട്രോൾ ഗ്രൂപ്പേ ഉള്ളൂ. ഈ സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈനിൽ എക്സ്ട്രാ കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ട്, 2 എക്സ്ട്രാ കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ട്, വിച്ച് സെർവ്സ് ടു റെഡ്യൂസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് co-founding or extraneous variables and allow the researcher to test whether the pre-test itself has an effect on the subject. അപ്പോൾ ഇവിടെ co-founding or extraneous variablesനെ and allow the researcher to test, അതിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ ചെയ്യുന്നത്. അവിടെ 2 എക്സ്ട്രാ കൺട്രോൾ ഗ്രൂപ്പുകളുണ്ട്. അതെന്താണ് സെർവ് ചെയ്യുന്നത്? നമ്മുടെ co-foundingഉം എക്സ്ട്രാനിയസും ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഡിസൈൻ explicitly controls for interactive testing effects in addition to controlling for all the extraneous variables. അപ്പം ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒഴികെ ബാക്കിയുള്ള വേരിയബിൾസിനെല്ലാം റെഡ്യൂസ് ചെയ്യുക, അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ എക്സ്ട്രാ 2 കൺട്രോൾ ഗ്രൂപ്പ്സ് എക്സ്ട്രാ ഉണ്ട്. ദെൻ മൂന്നാമത്തെയായിരുന്നു നമ്മുടെ ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ആർ യൂസിങ് കൺസ്ട്രക്ഷൻസ് ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ റിയൽ വേൾഡ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? മീഡിയമാണ് എന്ന് പറഞ്ഞു അല്ലേ? മീഡിയമാണ്, അതുകൊണ്ട് തന്നെ ഇത് റിയൽ ലൈഫ് സിറ്റുവേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, മാനിപ്പുലേഷൻ കുറവാണ്. ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ വിൽ ഹാവ് സം സോർട്ട് ഓഫ് കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, ബട്ട് ദീസ് ഗ്രൂപ്പ് പ്രോബബ്ലി വെറൻറ്റ് റാൻഡംലി സെലക്റ്റഡ്. അപ്പോൾ ഇവിടെയും റാൻഡമൈസേഷൻ ഇല്ല. അപ്പോൾ ട്രൂ ഗ്രൂപ്പിൽ മാത്രമാണ്, ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ മാത്രമാണ് റാൻഡം സെലക്ഷൻ ഉള്ളൂ. അപ്പോൾ ഇവിടെയും റാൻഡം സെലക്ഷൻ ഇല്ല. ദിസ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ദാറ്റ് ഡസ് നോട്ട് മീറ്റ് ഓൾ ദ റിക്വയർമെൻറ്റ് നെസസറി ഫോർ കൺട്രോളിങ് ഇൻഫ്ലുവൻസസ് ഓഫ് എക്സ്ട്രേനിയസ് വേരിയബിൾസ്. റാൻഡം സെലക്ഷൻ ഇസ് യൂഷ്വലി വെൻ ദർ ട്രൂ എക്സ്പെരിമെൻ്റൽ ആൻഡ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിഫർ. അപ്പോൾ ഇവിടെ ട്രൂവും ക്വാസിയും തമ്മിലുള്ള ഡിഫറൻസും കൂടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അവിടെ? ട്രൂവിൽ റാൻഡമൈസേഷൻ ഉണ്ട്, ക്വാസിയിൽ റാൻഡമൈസേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? റിയൽ ലൈഫ് സിറ്റുവേഷനിലാണ്, മീഡിയമാണ്, ആൻഡ് ഓൾസോ ഇവിടെ റാൻഡമൈസേഷൻ ഇല്ല. പിന്നെ എക്സ്ട്രേനിയസ് വേരിയബിൾസിൻ്റെയും co-founding വേരിയബിൾസിൻ്റെ ഒന്നും ഇൻഫ്ലുവൻസ് നമുക്ക് കുറയ്ക്കാൻ ടു സം എക്സ്റ്റെൻറ്റ് പറ്റില്ല ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിലും. അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നോൺ ഇക്വാലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ഇപ്പം നോൺ ഇക്വാലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ഇസ് പ്രോബബ്ലി മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഡിസൈൻ. സോഷ്യൽ സയൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ എന്താണ്? ഒരു പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ്, റാൻഡമൈസ്ഡ് എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്താണ്? ആ ഗ്രൂപ്പിനെ ആദ്യം ടെസ്റ്റ് ചെയ്യും, ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, ആഫ്റ്റർ ദാറ്റ് ഓൾസോ ഇറ്റ് വിൽ ബി ടെസ്റ്റഡ്. അതാണ് നോൺ ഇക്വാലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. Then second one, time series design ആണ്. Time series design is an elaborate version of one group pre-test, post-test, pre-experimental design in the sense that subjects are repeatedly pre-tested and post-tested before and after the treatment rather than being tested once at the beginning and the second time at the end of the ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൈം സീരീസ് ഡിസൈനിൽ ചെയ്യുന്നത്. ദെൻ കൗണ്ടർ ബാലൻസ് ഡിസൈൻ. കൗണ്ടർ ബാലൻസ് ഡിസൈനിലാണ് യൂസ് ടു ഇക്വേറ്റ് ദ എക്സ്പെരിമെൻ്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്സ്. ഇവിടെ കൗണ്ടർ ബാലൻസിങ് ആണ്. അപ്പോൾ ഇൻ ദിസ് ഡിസൈൻ ദ ട്രീറ്റ്മെൻറ്റ് ആർ ഗിവൺ ടു ഓൾ ഗ്രൂപ്പ്സ് ഇൻ എ ഡിഫറെൻറ്റ് ഓർഡർ ആൻഡ് ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൺട്രോൾ ഗ്രൂപ്പുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്തു,
അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് വിൽ ബി ഓൾവേസ് ബെറ്റർ ദാൻ ഓർ വേഴ്സ് ദാൻ ദ അതർ ഗ്രൂപ്പ്. എന്തെങ്കിലും ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ആ ഡിഫറൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ദെൻ വി ആർ ഗിവിങ് ദ ട്രീറ്റ്മെൻറ്റ് ടു ദ നെക്സ്റ്റ് ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുകയാണ് കൗണ്ടർ ബാലൻസ് ഡിസൈനിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സി വേരിയബിൾസ്. നമ്മൾ ഒരു റിസർച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ പറയുന്നതാണ് വേരിയബിൾസ് എന്ന്, റിസർച്ചിലെ വേരിയബിൾസിനെ പറ്റി. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. എനിത്തിങ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഇൻ ഇറ്റ്സ് ക്വാണ്ടം ഓർ വാല്യൂ. വാല്യൂവിൽ മാറ്റം വരുത്താൻ പറ്റുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. വാല്യൂവിൽ ഏത് വാല്യൂ വേണേലും എടുക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സെയിൽസ്. സോ ബോത്ത് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ക്യാൻ ബി വേരിയബിൾ ഇൻ എനി സ്റ്റഡി. അപ്പോൾ നമുക്ക് പ്രോഫിറ്റും സെയിൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി വാല്യൂസ് അതിന് ഇട്ട് കൊടുക്കാം. പ്രോഫിറ്റ് ഇത്ര കൊടുക്കുമ്പോൾ സെയിൽസ് ഇത്ര മാറുന്നു. അപ്പം അങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ പ്രോഫിറ്റിനും സെയിൽസിനും ഏത് വാല്യൂ വേണേലും എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്കതിനെ വേരിയബിൾ എന്ന് പറയാം. അതേസമയം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വാല്യൂ മാറില്ല. നമുക്ക് വാല്യൂ മാറ്റി സിറ്റുവേഷൻ അനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വാല്യൂ മാറുന്നതനുസരിച്ച് ഏത് വാല്യൂവും എടുക്കാൻ പറ്റുന്ന, ഏത് വാല്യൂവും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തിനേയും നമ്മൾ എന്ത് പറയുന്നു, വേരിയബിൾ എന്ന് പറയുന്നു. അപ്പം എന്താണ് അതിലിപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് അത് വേരിയബിളാണ്. ഓൺ ദ അതർ ഹാൻഡ് നെയിംസ്, ഐഡൻറ്റിറ്റി നമ്പേഴ്സ്, ടെലിഫോൺ നമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, നോട്ട് വേരിയബിൾസ് ആണ്. കാരണം അതൊക്കെ ഫിക്സ്ഡ് ആണ്, അതിൽ മാറ്റങ്ങൾ വരുത്തുന്നില്ല. അതൊക്കെ നമുക്ക് എന്ത് പറയാം, അതൊക്കെ കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ചേഞ്ചസ് മാറ്റം വരുത്താത്തതിനെ എല്ലാത്തിനും നമ്മൾ കോൺസ്റ്റൻ്റ് എന്നും മാറ്റം വരുന്നതിനെ വേരിയബിൾ എന്നും പറയുന്നു. അപ്പോൾ നമുക്ക് റിസർച്ചിൽ 4 രീതിയിലുള്ള വേരിയബിൾസ് ആണ് മെയിൻലി ഉള്ളത്. ഡിപ്പെൻഡൻറ്റ് നമുക്കറിയാം, ഇൻഡിപെൻഡൻറ്റ് നമുക്കറിയാം, ആൻഡ് മോഡറേറ്റിംഗ് ആൻഡ് ഇൻ്റർവെയിനിങ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയബിൾ is one which depends on the independent variable. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ആശ്രയിച്ച് തൻ്റെ വാല്യൂവിൽ മാറ്റം വരുന്ന വേരിയബിളാണ് എന്ത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. എന്തിനാണോ മാറ്റം വരുന്നത് ആ വേരിയബിളാണ് എന്ത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നതോ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഈ മാറ്റം വരുത്തുന്ന വേരിയബിളാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ അവിടെ നമ്മൾ when we study the relationship between two variables, the independent variable which influence the dependent variable is also called causal or explanatory variable എന്നുകൂടി ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻഫ്ലുവൻസസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എയ്തർ എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വേ. ഏതോ ഒരു രീതിയിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സ്വതന്ത്രമായി നിൽക്കാൻ പറ്റുന്ന വേരിയബിൾ, അതിൻ്റെ മാറ്റം മറ്റതിൽ മാറ്റം വരുത്തുന്നു. അപ്പോൾ അതാണ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ആൻഡ് വി ക്യാൻ സീ വാട്ട് ഇസ് മോഡറേറ്റിംഗ് വേരിയബിൾ. മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ there are certain variable which helps to establish relationship between independent and dependent. Actually it is a third variable. ഈ ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും പുറമേ ഉള്ള ഒരു വേരിയബിളാണ് മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എഫക്റ്റ് ഉണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതിന് എഫക്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് പ്രഥമ ദൃഷ്ടി അത് കാണില്ല. അതാണ് ഈ ഒരു വേരിയബിളിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതെന്താണ്, അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ മാത്രം ഇൻഫ്ലുവൻസ് ആയിരിക്കില്ല. അപ്പോൾ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് എന്ത്, മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. ദെൻ ഇൻ്റർവെയിനിങ് വേരിയബിൾ എന്ന് പറയുന്നു. ഇൻ്റർവെയിനിങ് വേരിയബിൾ which theoretically affect the observation or result but cannot be seen. ഇതും എന്ത് തന്നെയാണ്, ഇത് ഇൻ്റർവെയിൻ ചെയ്ത് കിടക്കുകയാണ്. ഇത് നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല ഈ ഇൻ്റർവെയിനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. മോഡറേറ്റിംഗ് വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. 2 വേരിയബിൾ തമ്മിൽ എന്തൊക്കെയോ ചേഞ്ചസ് വരുത്തുന്നു. അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ മാത്രം എഫക്റ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. മോഡറേറ്റിംഗ് വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇൻ്റർവെയിനിങ് വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകില്ല. ഇറ്റ് കനോട്ട് ബി സീൻ, മെഷേർഡ് ഓർ മാനിപ്പുലേറ്റഡ്. ഇറ്റ് ഈസ് ഇൻഫേർഡ് ആഫ്റ്റർ വാച്ചിങ് ദ എഫക്റ്റ് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് മോഡറേറ്റിംഗ് വേരിയബിൾ ഓൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ നമുക്ക് അറിയാവുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റുമാണ്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൽ ചേഞ്ചസ് വരുത്തി മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനെ കൂടുതൽ മാറ്റം വരികയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അതിൽ മോഡറേറ്റിംഗ് വേരിയബിൾ ഉണ്ട്. എങ്കിൽ പോലും മോഡറേറ്റിംഗ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അല്ലാതെ എന്തോ ഒരു മാറ്റം വരികയാണെങ്കിൽ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇൻ്റർവെയിനിങ് വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഹിഡൻ ആയിട്ടിരിക്കുന്ന വേരിയബിളാണ് ഇൻ്റർവെയിനിങ് വേരിയബിൾ എന്ന് പറയുന്നത്.
ദെൻ ലാസ്റ്റ് വൺ ആണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടിയുണ്ട്. എക്സ്ട്രേനിയസ് വേരിയബിൾസ് ആർ വേരിയബിൾസ് വിച്ച് ആർ ഔട്ട്സൈഡ് ഓർ എക്സ്റ്റേണൽ ടു ദ സിറ്റുവേഷൻ അണ്ടർ സ്റ്റഡി. അപ്പോൾ ആ ഒരു സ്റ്റഡിയുമായിട്ട് എക്സ്ട്രേനിയസ് വേരിയബിളിന് ഡയറക്റ്റായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളത് കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി നടത്തിയാൽ മാത്രമാണ് അങ്ങനെ ഒരു വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. സോ എക്സ്ട്രേനിയസ് വേരിയബിൾസ് ആർ അൺഡിസൈറബിൾ വേരിയബിൾസ് ദാറ്റ് ഇൻഫ്ലുവൻസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ദാറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് എക്സാമിനിങ്. These are variables that influence the outcome of an experiment through. They are not the variables that are actually of the interest. ഈ ഒരു extraneous and confounding variables are variables other than the independent variable which may have an effect of dependent variable. അപ്പോൾ ഇത് സ്റ്റഡിയുമായി നമ്മുടെ ആ ഒരു റിസർച്ച് ടോപ്പിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുറമേ നിൽക്കുന്ന ഒരു വേരിയബിളാണ്. പക്ഷേ ആ വേരിയബിളിന് നമ്മുടെ സ്റ്റഡിക്ക് എന്തെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് വരുവാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് വരുവാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ട്രേനിയസ് വേരിയബിൾ. എക്സ്റ്റേണൽ വേരിയബിൾ ആണ്, അതിന് സ്റ്റഡിയുമായി ഡയറക്റ്റായിട്ട് ഒരു ബന്ധവുമില്ല. ബാക്കിയുള്ള മോഡറേറ്റിംഗ് വേരിയബിളിനും ഇൻ്റർവെയിനിങ് വേരിയബിളിനും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനും ഒക്കെ സ്റ്റഡിയുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു എക്സ്ട്രേനിയസ് വേരിയബിളിന് ഡയറക്റ്റ് റിലേഷനൊന്നും ഇല്ല, പക്ഷേ അത് ഇൻഫ്ലുവൻസ് ചെയ്യുവാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് വിളിക്കും.